ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഹാരം ഒരു അത്യാവശ്യ ഘടകമാണ്. കൊറേ ബുക്ക് ഉണ്ട് അല്ലേ? അതെ അതെ, ഏത് വേണേലും ഇവിടുന്ന് കിട്ടും. മതി, നമുക്ക് പോകാം. എനിക്ക് വിശക്കുന്നു. ഈ സെക്ഷനും കൂടെ അങ്ങ് തീർത്തിട്ട് പോവാം. പോയാലോ? പോവാം പോവാം. എനിക്ക് വിശക്കുന്നു. ഫുഡ് കഴിക്കാം, പോകാം. എടി, വിശപ്പ് വയറ്റിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് മനസ്സിലേക്കും പടരുന്ന ശൂന്യതയാണ്. വിശന്ന് വട്ടായോ നിനക്ക്? മാധവിക്കുട്ടി പറഞ്ഞതാ. ഇപ്പൊ ഫുഡ് കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല, ഒത്തിരി പൈസയും കളയാൻ പറ്റില്ല. നല്ല ഫുഡും വേണം. ഇത്രയും ഡിമാൻഡേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് മതിലിന്റെ അപ്പുറം വരെ പോകാൻ പറ്റുമോ? അവിടെ എന്താ? അതൊക്കെ ഉണ്ട്, വാ. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എത്തുന്നവർക്ക് വായനയുടെ വിരുന്നിനൊപ്പം രുചിയുടെ വസന്തം ഒരുക്കിയിരിക്കുകയാണ് വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റോളുകൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് കോർട്ട്. എനിക്ക് ഇഷ്ടമുള്ള മേടിച്ചു കഴിച്ചു. ഇത് ഞാൻ വിചാരിച്ചാൽ വൺ സെറ്റപ്പ് ആണല്ലോ. ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല, വാ. കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള തനത് വിഭവങ്ങൾ ഇത്തവണ മേളയിലെ പ്രധാന ആകർഷണം തന്നെയാണ്. എനിക്ക് ഈ ചപ്പാത്തി ഇഡലി അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണം. നിനക്ക് വെറൈറ്റി വേണം? അങ്ങനെയാണ് ഒരു വഴിയുണ്ട്, ഓടുക. വനസുന്ദരി ആയാലോ? മനസ്സുണ്ടോ? അതെന്താ? അതൊക്കെ ഉണ്ട്. വനസുന്ദരി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിലെ ഞങ്ങളുടെ കുറുമ്പ മേഖല എന്ന് പറയും, കുട്ടിയാർക്കണ്ടി. അവിടെ വെച്ച് പച്ചില മരുന്നുകൾ കൊണ്ട് മൂല്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ഇതാണ് വനസുന്ദരി. അതിൽ പച്ചക്കുരുമുളക്, പച്ച കാന്താരി, കോഴിജീരകം. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കോഴിജീരകമാണ് ഇതിന്റെ പ്രത്യേകത. അത് ഞങ്ങളുടെ അട്ടപ്പാടി വനമേഖലയിൽ മാത്രം, ഉൾവനത്തിലാണ് ഈ കോഴിജീരകം എന്ന് പറയുന്ന സാധനങ്ങൾക്ക് കിട്ടാറ്. വനസുന്ദരി എന്ന് പേരിടാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളുടെ മുതുമുത്തശ്ശിമാരുടെ കാലത്തിലൊക്കെ കാട്ടിലെ കോഴിയാണ് ഇത് വെച്ചിട്ട് ചെയ്ത് കഴിക്കാറ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വനത്തിലൊരു സുന്ദരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വനസുന്ദരി എന്ന് അങ്ങനെ പേരിടാറ്. കൊള്ളാല്ലേ? സംഭവം വെറൈറ്റി അല്ലേ? അതെ, ആ പച്ചിലയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് ഞങ്ങൾ അട്ടപ്പാടിയിലെ ആ പച്ചില കൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥകളൊക്കെ വെച്ച് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ വെറൈറ്റി. നോക്ക്, ഇനി നിനക്ക് തെക്കുന്നുള്ള ഫുഡ് ഒന്നും പിടിച്ചില്ലാന്ന് വെച്ചോ. നോക്ക്, തലശ്ശേരി ദം ബിരിയാണി. ഓ, നമ്മളങ്ങ് വടക്കൂന്ന് ഫുഡ് ഇറക്കിയിട്ടുണ്ട്. ഓഹോ. നിനക്ക് ദം ബിരിയാണി വേണോ കല്ലുമ്മക്കായ വേണോ? ദം ബിരിയാണി ഒക്കെ കുറെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് കല്ലുമുട്ട ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ഐഡിയ. കൊള്ളാവോ? ഫുഡ് കോർട്ടിൽ അട്ടപ്പാടിയുടെ സ്വന്തം വനസുന്ദരി ചിക്കനും ഊരുകാപ്പിയും മുളയരി പായസവും ഭക്ഷണപ്രേമികളെ ആകർഷിക്കുന്ന പ്രധാന ഇനങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ സാധനം കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതെന്ത് സാധന? ഇതാണ് കൊട്ട ഷവർമ്മ. ഓ, ലുക്കായിട്ടില്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ട്. നന്നായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അവരുടെ അടുത്ത് എടുത്താ കൊടുത്തേക്കാം. എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകളാണ് രുചിക്കൂട്ടുകളുമായി എത്തിയിരിക്കുന്നത്. ആകെ 15 ഫുഡ് സ്റ്റാളുകളാണ് ഇവിടെ പുസ്തകോത്സവ നഗരിയിൽ സജ്ജീകരിക്കുന്നത്. പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ ഫുഡ് കോർട്ടിലേക്കും ഒഴുകിയെത്തുകയാണ്. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഹാരം ഒരു അത്യാവശ്യ ഘടകമാണ്. നമ്മുടെ നിയമസഭയിൽ പുസ്തകോത്സവം നടക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ വരുന്നവരാരും എന്തായാലും വിശന്ന് കലഞ്ഞ് തിരിച്ചു പോകത്തില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ വരുന്നവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ആ ഫുഡ് കോർട്ട് വരെയും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം.